നോറ എന്ന് പറയുന്നത് ആക്ച്വലി ഐ എം വെരി സോറി ടു സേ ദിസ്, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും നോറേനെ കാണുമ്പോഴാണ് നമ്മൾ ബിഗ് ബോസിലാണെന്ന് നമുക്ക് തോന്നിപ്പോവുക. കാരണം കുട്ടി രാവിലെ എണീറ്റ് വന്നിട്ട് ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യും, എവിടെ 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 അവിടെ. അപ്പൊ അത്രയും കാരണം അത്രയും ആ ഒരു ബിഗ് ബോസ് എന്നുള്ളതിന് അത്രയും കൂറ് കൊലുത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് നോറ തന്നെയാണ്. അത് ഞാൻ ആ അവാർഡ് നോറയ്ക്ക് തന്നെ കൊടുക്കും. എനിക്കൊന്നും പറ്റില്ല, രാവിലെ എന്റെ ചായ പിടിച്ചൊന്ന് ഇന്ന് ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വരാൻ. പക്ഷെ നോറ എവിടെ പിടിക്കണം ഇങ്ങനെ ലിറ്ററലി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യും. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അത് ആളുടെ പ്രശ്നമാക്കി മാറ്റും. എന്നിട്ട് ആള് ഒരു ദിവസം ഞാൻ മറ്റേ ഹാളിൽ ഇരുന്ന് സംസാരിക്കണ നേരത്തുണ്ട്, എല്ലാരും ഹാളിലുണ്ട്, നോറ മാത്രമല്ല. ഞാൻ എന്നിട്ട് നോറ ആരോട് സംസാരിക്കണമെന്ന്, ഇനി PCR ടീമിൽ ആൾക്കാരുണ്ട് നോക്കുമ്പോ ക്യാമറ സംസാരിക്കണ്ടേ. അത്ര പോലും ആ കുട്ടിയെ കണക്റ്റഡ് ആണ് ആ വീടിനായിട്ട്. അപ്പം അതാണ് നോറേനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്സര ചേച്ചിനെ പറ്റിയിട്ട്. അപ്സരയ്ക്ക് ജയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് എല്ലാത്തിലും ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമാണ്, റൂൾ ചെയ്യാൻ ലീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഒബ്വിയസ്ലി മാറി മാറി വരുമല്ലോ, അപ്പൊ ആൾക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരുന്ന ഒരു കുട്ടി കഴി അതാണ്. അപ്പൊ നൈസായിട്ട് പോയിട്ട് ആളത് സമാധാനിപ്പിക്കാനൊക്കെ നോക്കൂല്ലേ പൂജ? ആ, പിന്നെ ഞാൻ എല്ലാവരും സമാധാനിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് അർജുൻ. എനിക്ക് ആ വീട്ടില് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു അർജുൻ. കാരണം അർജുനായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പുറത്തത്തെ ഇപ്പൊ റാം വോക്ക്, മറ്റേത് മോഡലിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പിന്നെ സിനിമകളെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു അർജുൻ. അല്ലാണ്ട് അർജുന്റെ അടുത്ത് നമ്മള് ഗെയിമിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ അർജുൻ എന്നെ ഏത് നേരം എന്റെ ഹൈറ്റിനെ പറ്റി കളിയാക്കൊണ്ടിരിക്കും. അതായത് അവിടെ മറ്റേ വാഴത്തോപ്പിന്റെ സൈഡിലെ ചുമന്റെ അവിടെ ഒരു വലിയ മിറർ ഉണ്ട്. അപ്പൊ അതെനിക്ക് എത്തൂല, കാണാൻ പറ്റില്ല. എന്നിട്ട് കാണൂല്ലടാ, അത് അർജുന് മാത്രം കാണാൻ വെച്ച മിറർ പോലത്തെ മിറർ. എന്നിട്ട് ഞാൻ അത് കൂടെ നടക്കുമ്പോ പൂജ നോക്കിയാ മിറർ നോക്കിയാ അപ്പൊ എനിക്ക് കാണില്ല. എന്നിട്ട് അയ്യോ 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 എന്നിട്ട് പോവും. അത് എന്നെ കുറെ കളിയാക്കും. എന്നിട്ട് കണ്ണാടി മുല്ല എന്നെ പിടിച്ചിരുത്തിട്ട് കണ്ട 10 അങ്ങനെയൊക്കെ പറയും. അപ്പൊ അർജുൻ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാ. രശ്മിൻ ഭായ് എന്ന് പറഞ്ഞാൽ, രശ്മിൻ ഭായ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ മറ്റേ പാട്ടില്ലേ, ഓ ധീരത്താൽ, ആ പാട്ട് പാടുമോ? അപ്പൊ ഞാൻ അത് പാടും. എന്നിട്ട് വെറുതെ പൂജ ഇത് അപ്പൊ ഞാൻ ആ പാട്ട് പാടും. എന്റെ അടുത്ത് രശ്മിൻ ആകെ കൂടെ പാട്ട് പാടാൻ വേണ്ടി മാത്രം സംസാരിക്കാറുള്ളൂ. രാത്രി ഞാൻ സംസാരിക്കാറൊന്നുമില്ല. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, പൂജ ആ പാട്ട് പാടും, പൂജ ഈ പാട്ട് പാടും. അവസാനം ഇതൊക്കെ പാടിയിട്ട് ഞാൻ കിടന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഞാൻ എന്നിട്ട് പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട് പവർ ടീം ഉണ്ടായിരുന്നപ്പോ. സോ നമ്മുടെ പൂജ കൃഷ്ണയുടെ ഞാൻ പറഞ്ഞത് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എന്നാണ്. ആ എന്റെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. ബിഗ് ബോസ് പോണേക്കാൾ മുന്നേ